നമശിവായ മക്കളെ, ഇന്ന് നിങ്ങൾക്കൊരു റീഡിംഗ് ലെസനാണ് മിസ്സ് പഠിപ്പിക്കുന്നത്. പേജ് നമ്പർ 40. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 40 എടുക്കുക. മക്കാരി. ഓക്കെ, മക്കാരി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ മക്കൾക്ക്? മക്കാരി മീൻസ് തട്ടിപ്പ്, അല്ലെങ്കിൽ എന്താ കളവ് അഭിനയിക്കുന്നത്, കള്ളത്തരത്തിൽ അഭിനയിക്കുന്നതിനാണ്, തട്ടിപ്പ് കാണിക്കുന്നതിനാണ് മക്കാരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു നല്ല കഥയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. മിസ് വായിക്കുന്നതിൽ ശ്രദ്ധിക്കുക, അതേപോലെ വായിച്ച് പഠിക്കുക. അക്ഷരങ്ങളൊക്കെ വ്യക്തമായും ക്ലിയറായി വായിച്ച് പഠിക്കുക, അക്ഷരത്തെറ്റില്ലാതെ വായിക്കുക. ഓക്കെ. മക്കാരി. മക്കാരി അവിടെ ഡബിൾ കായാണ്, സംയുക്താക്ഷരം അല്ലേ? കാ ഹാഫ് പിന്നെ ഒരു കാ കൂടെ. മക്കാരി. एक व्यापारी था, उसके घर में बहुत से चूहे रहते थे. व्यापारी चूहों से परेशान था. एक व्यापारी था, ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. एक व्यापारी था, उसके घर में बहुत से चूहे थे. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് എലികളുണ്ടായിരുന്നു. ചൂഹെ മീൻസ് എലികൾ. വ്യാപാരി ചൂഹോं से परेशान था. വ്യാപാരി ചൂഹോं से परेशान था. വ്യാപാരി ഈ എലികളെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടുകയായിരുന്നു. एक दिन व्यापारी एक काली बिल्ली लाया. बिल्ली ने देखा कि घर में बहुत से चूहे हैं. चूहों को देखकर वो बहुत खुश हुई. वह चूहों को खाना चाहती थी. അങ്ങനെ എലികളുടെ പ്രധാന ശത്രു ആരാണ്? പൂച്ച അല്ലേ? അപ്പോൾ एक दिन व्यापारी एक काली बिल्ली लाया. ഒരു കറുത്ത പൂച്ചയെ ഈ വ്യാപാരി വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഈ എലികളുടെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടി. പൂച്ചയെ കാണുമ്പോൾ എലികൾ ഓടി ഒളിക്കും, കാരണം പൂച്ചയുടെ ഭക്ഷണമാണ് എലി അല്ലേ? അതുകൊണ്ട് തന്നെ എലികൾക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് എലികളുടെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടി വ്യാപാരി എന്ത് ചെയ്തു? ഒരു പൂച്ചയെ കൊണ്ടുവന്നു. കാലി ബില്ലി, ബ്ലാക്ക് കാറ്റ് അല്ലേ? കാലി ബില്ലിയെ കൊണ്ടുവന്നു. ബില്ലിനെ ദേഖ. പൂച്ച എന്താ കണ്ടത് വന്നപ്പോൾ തന്നെ? കി ഘർ മേ ബഹുത് സേ ചൂഹേ ഹേ. വീട്ടിൽ ഒരുപാട് എലികളെ കണ്ടപ്പോൾ എന്തായി? ബില്ലിക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ? നല്ല കുശാലായ ശാപ്പാട്. ചൂഹോं को देखकर वो बहुत खुश हुई. എലികളെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം. बहुत खुश हुई. he became very happy. वो चूहों को खाना चाहती थी. അവൻ ആ എലികളെയൊക്കെ പിടിച്ച് കഴിക്കാൻ അല്ലേ, ശാപ്പിടാൻ ആഗ്രഹിച്ചു. എന്നിട്ടോ നെക്സ്റ്റ് പേജ് 41. एक दिन बिल्ली रसोई घर गई. वहाँ मृत होने का बहाना करके लेट गई. छोटे छोटे चूहों ने यह देख लिया. वे चिल्लाने लगे, देखो बिल्ली मरी पड़ी है. एक बूढ़े चूहे ने उन्हें चिल्लाने से रोका. फिर वो एक शेल्फ पर चढ़ गया. वहाँ आटे की बोरी पड़ी थी. चूहे ने अपनी दांतों से उसमें छेद कर दिया. आटा बिल्ली के शरीर पर गिरने लगा. ഇപ്പം എന്താ പറയുന്നത്? एक दिन बिल्ली रसोई घर गई. रसोई घर മീൻസ് കിച്ചൺ. एक दिन बिल्ली रसोई घर गई. അങ്ങനെ ഒരു ദിവസം പൂച്ച അടുക്കളയിലേക്ക് വന്നു. വഹാ മൃത് ഹോനെ കാ ബഹാന കർക്കെ ലേട്ട് ഗയി. ഇപ്പോൾ പൂച്ചയെ കാണുമ്പോൾ എലി എന്തായാലും മുന്നിൽ വരില്ലല്ലോ, ഓടി ഒളിക്കും. അതുകൊണ്ട് പൂച്ച ഒരു സൂത്രം പ്രയോഗിച്ചു. അവൻ എന്താ ചെയ്തത്? വഹാ മൃത് ഹോനേക്ക. മൃത് മീൻസ് ഡെഡ് ബോഡി എന്ന് പറയും, മൃതശരീരം, ശവശരീരം. അവനവിടെ മരിച്ചതുപോലെ കിടന്നു. വഹാ മൃത് ഹോനേക്ക ബഹാന കർക്കെ. ബഹാന കർണ എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക. ബഹാന കർക്കെ ലേട്ട് ഗയി. ലേട്ടിന മീൻസ് ടു ലേ ഡൗൺ, കിടക്കുക. അവനവിടെ മരിച്ച പോലെ കിടന്നു. എന്നിട്ടോ छोटे छोटे चूहों ने ये देख लिया. അപ്പോൾ ചെറിയ ചെറിയ എലികളൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ.
അവരെന്ത് ചെയ്തു? ചെറിയ കുട്ടികൾക്കാണ് എപ്പോഴും കുരുത്തക്കേടുണ്ടാവുക അല്ലേ? അവരാണ് മുന്നും പിന്നും ചിന്തിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. പക്ഷേ മുതിർന്നവരെന്ത് ചെയ്യും? കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ പ്രവർത്തിക്കൂ. അപ്പോൾ ചെറിയ എലികൾക്ക് എടുത്തുചാട്ടം കൂടുതലാണ്. അവരെന്ത് ചെയ്തു? ചോട്ടെ ചോട്ടെ ചൂഹോനെ യെ ദേഖ് ലിയ. ഈ പൂച്ച മരിച്ചതുപോലെ അവിടെ ചത്തതുപോലെ കിടക്കുന്നത് കണ്ടു. എന്നിട്ടോ വേ ചില്ലാനെ ലഗെ. അവർ ഉറക്കെ കൂകി വിളിക്കാൻ തുടങ്ങി. ദേഖോ ബില്ലി മരി പടി ഹേ. ദാ നോക്ക്, ആ പൂച്ച ചത്ത് കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏക് ബൂഢേ ചൂഹേനെ ഉനെ ചില്ലാനെ സേ റോക്ക. അപ്പോൾ ഒരു വൃദ്ധയായ എലി, ബൂഢേ ഒരു വൃദ്ധനായ എലി എന്താ പറഞ്ഞതെന്നറിയോ? ചില്ലാനെ സേ റോക്ക, നിലവിളിക്കുന്നത് തടയാണ്, നീ ഇങ്ങനെ നിലവിളിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടോ ഫിർ വോ ഏക് ഷെൽഫ് പർ ചടുക. ആ എലി എന്ത് ചെയ്തു? വൃദ്ധനായ എലി ആ ഷെൽഫ് ഉണ്ടല്ലോ കിച്ചണിലുള്ള, ആ ഷെൽഫിൻ്റെ നേരെ മുകളിൽ കയറി. എന്നിട്ട് വഹ ആട്ടേക്ക് ബോരി പടി थी. ആട്ടേക്ക് ബോരി, ബോരി എന്ന് പറഞ്ഞാൽ ചാക്കാണ്. ആട്ടേക്ക് ബോരി എന്ന് പറഞ്ഞാൽ ആട്ട അറിയാലോ, മാവ് എന്ന് പറയും അല്ലേ? ഗോതമ്പ് മാവ്, അതാണ് ആട്ട. ആട്ടേക്ക് ബോരി പടി थी. അവിടെ ഒരു പാക്കറ്റ് ഗോതമ്പ് മാവ് ഉണ്ടായിരുന്നു. ചൂഹേനെ അപ്നെ ദാന്തോ സേ ഉസ്മേ ഛേദ് കർ ദിയ. എലി എന്ത് ചെയ്തു? തൻ്റെ പല്ലുകൊണ്ട് അത് കടിച്ച് പൊട്ടിച്ചു. ആട്ട ബില്ലി കെ ശരീർ പർ ഗിർനെ ലഗ. എന്നിട്ടത് നേരെ തൊട്ട് താഴെ കിടക്കുന്ന പൂച്ചയുടെ ശരീരത്തിലേക്കാണ് ആ പൗഡർ അല്ലേ, നേരെ പൂച്ചയുടെ തലയിലേക്കാണ് വീണത്. നെക്സ്റ്റ് പേജ്. കുച്ച് ദേർ തക് തോ ബില്ലി വൈസി ഹി പടി രഹി. അഭിനയിക്കുന്നതല്ലേ, എഴുന്നേറ്റ് ഓടാൻ പറ്റില്ലല്ലോ പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ പൂച്ച കുറച്ച് സമയം ശ്വാസം പിടിച്ച് അവിടെ തന്നെ കിടന്നു. ആ പൊടി മുഴുവനും പൂച്ചയുടെ ശരീരത്തിലേക്കാണ് വീണത്. കുച്ച് ദേർ തക് തോ ബില്ലി വൈസി ഹി പടി രഹി. അച്ചാനക് ഉസേ ചീങ്ക് ആ ഗയി. പെട്ടെന്ന് പൂച്ചക്ക് എന്ത് ചെയ്തു? തുമ്മൽ വന്നു. ചീങ്ക് എന്ന് പറഞ്ഞാൽ സ്നീസ് എന്ന് പറയും. അപ്പോൾ തുമ്മൽ വരാൻ കാരണം എന്താ? ഈ പൊടി മുഴുവൻ ഇതിൻ്റെ മൂക്കിലും വായിലെല്ലാം കയറിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ശ്വസിക്കുമ്പോൾ നേരെ ശ്വാസകോശത്തിലേക്ക് എത്തും. അപ്പോൾ പൂച്ചക്ക് പെട്ടെന്ന് ഈ പൊടി മൂക്ക് കയറിയപ്പോൾ തുമ്മാൻ വന്നു. വോ ആട്ടെ മേസെ നിക്കൽ കർ ബാഹർ ആയി. അത് പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് ഈ ആട്ടയിൽ നിന്നും ഈ പൗഡറിൽ നിന്നും പുറത്തേക്ക് വന്നു. നിക്കൽ കർ ബാഹർ ആയി. ഉസ്കാ രംഗ് ശ്വേത് ഹോ ഗയ. ആ കറുത്ത പൂച്ചയുടെ നിറം എന്തായി? വെളുത്ത നിറമായി മാറി അല്ലേ? പൊടി പുരണ്ട് വെളുത്ത നിറമായി മാറി. छोटे चूहों को बिल्ली की मक्कारी का पता चल गया. അപ്പോൾ അതിനു മുന്നേ ഈ പൂച്ച ചത്തുപോയി എന്ന് വിശ്വസിച്ചിരുന്ന കുഞ്ഞെലികൾക്ക്, ചെറിയ എലികൾക്ക് മനസ്സിലായി ഇത് അവൻ്റെ സൂത്രാണെന്ന് അല്ലേ, അവൻ്റെ തട്ടിപ്പാണ്, സൂത്രാണെന്ന് മനസ്സിലായി. വേ ബഡേ സാവധാൻ ഹോഗേ. അവരങ്ങനെ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അവർ നല്ല ശ്രദ്ധാലുക്കളായി മാറി പിന്നീട്. ആ റസോയി ഘർമേ ഉച്ചലിനെ കൂതിനെ ലഗെ. എന്നിട്ട് എന്ത് ചെയ്തു? ആ കിച്ചണിൽ പൂച്ച ഓടിപ്പോയില്ലേ പേടിച്ചിട്ട്, കിച്ചണിൽ അവർ സന്തോഷത്തോടെ ഉച്ചലിനെ കൂതിനെ ലഗെ തുള്ളിച്ചാടാൻ തുടങ്ങി. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ലെസൺ. ഇത് മക്കൾ വായിച്ച് പഠിക്കുക. മീൻസ് ഒരു തവണ കൂടെ വായിച്ചു തരാം. ഓക്കെ. मक्कारी. एक व्यापारी था. उसके घर में बहुत से चूहे रहते थे. व्यापारी चूहों से परेशान था. एक दिन व्यापारी एक काली बिल्ली लाया. बिल्ली ने देखा कि घर में बहुत से चूहे हैं. चूहों को देखकर वो बहुत खुश हुई. वो चूहों को खाना चाहती थी. एक दिन बिल्ली रसोई घर गई. वहाँ मृत होने का बहाना करके लेट गई. छोटे छोटे चूहों ने ये देख लिया. वे चिल्लाने लगे, देखो बिल्ली मरी पड़ी है. एक बूढ़े चूहे ने उन्हें चिल्लाने से रोका. फिर वो एक शेल्फ पर चढ़ गया. वहाँ आटे की बोरी पड़ी थी. चूहे ने अपने दांतों से उसमें छेद कर दिया.
आटा बिल्ली के शरीर पर गिरने लगा। कुछ देर तक तो बिल्ली वैसी ही पड़ी रही। अचानक उसे छींक आ गई। वह आटे में से निकलकर बाहर आई। उसका रंग श्वेत हो गया। छोटे चूहों को बिल्ली की मक्कारी का पता चल गया। वे बड़े सावधान हो गए और रसोई घर में उछलने कूदने लगे. ഓക്കെ, അപ്പോൾ ഇത്രയും നന്നായി വായിച്ച് പഠിക്കുക. അതേപോലെ മിസ്സ് കഴിഞ്ഞ ആഴ്ച തന്ന റിവിഷൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നന്നായി വായിക്കുക. വൈകുന്നേരം ഇന്ന് മക്കൾക്ക് സിദ്ധാർത്ഥ് ഔർ ഹൻസ് എന്നുള്ള ലെസണിലുള്ള യൂണിറ്റ് ടെസ്റ്റ് മിസ്സ് നടത്തും. ഓക്കെ, അപ്പോൾ ആ ലെസണിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും മീനിങ്സും പിന്നെയോ ആ എക്സസൈസിൽ വരുന്ന എല്ലാ സംഭവങ്ങളും ക്വസ്റ്റ്യൻ പ്രശ്ന ബനായി എന്നുള്ള അതുവരെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നില്ലേ അതുവരെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റ് മിസ്സ് തന്ന പ്രൊജക്റ്റ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ട് കാണുന്നുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ചയും കഴിഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. 2 ആഴ്ചയും കഴിഞ്ഞു. ഒരു 20 പേരും മറ്റും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അറ്റൻഡൻസ് ഇടുന്ന കാര്യത്തിൽ കുറച്ച് ആൾക്കാർ അറ്റൻഡൻസ് തീരെ ഇടുന്നേ ഇല്ല. അപ്പോൾ ദയവ് ചെയ്ത് മക്കൾ തീർച്ചയായും ഗൂഗിൾ ക്ലാസ് റൂമിൽ അറ്റൻഡൻസ് ഇടുക. ഓക്കെ, നമഃ ശിവായ.